Now we are going to the next video in Introduction to Electrical Engineering, and we'll be discussing about nodal analysis. Okay, by earlier class we have seen about mesh analysis. Nodal analysis is yet another important topic, and usually ഇതിന്നൊരു പ്രോബ്ലം നമുക്ക് എക്സാംസിന് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല വെയിറ്റേജ് ഉള്ള ഒരു പ്രോബ്ലം തന്നെ വരാറുണ്ട്. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ തിയറി ബിഹൈൻഡ് നോഡൽ അനാലിസിസ് ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു ഡു ദ പ്രോബ്ലം. So first let us discuss about nodal analysis. We'll see how the nodal analysis is done. അപ്പോൾ അതിൽ let us consider you are having a figure like this. അപ്പോൾ നോഡൽ അനാലിസിസിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട സാധനം എന്ന് വെച്ചാൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനുള്ളത് നോഡ് വോൾട്ടേജസ് ആണ്. ഓക്കെ, നോഡിലുള്ള വോൾട്ടേജ് ഡിറ്റർമിൻ ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് KCL ആണ്. നമ്മൾ മെഷ് അനാലിസിസ് എടുത്തപ്പോൾ നിങ്ങൾക്കറിയാം, മെഷ് അനാലിസിസിൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്ന ലൂപ്പിലുള്ള കറൻസ് ആണ്. ലൂപ്പ് കറൻസ് ആണ് അൺനോൺ, ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ആൻഡ് വി വർ യൂസിങ് ലൈക്ക് KVL ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ആ ലൂപ്പിൽ നമ്മൾ കിർഷോഫ് വോൾട്ടേജിൽ അപ്ലൈ ചെയ്തിട്ട് ലൂപ്പ് കറൻസ് കണ്ടുപിടിക്കുന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ നോഡിൽ നമ്മൾ KCL അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നോഡ് വോൾട്ടേജസ് കാണുകയാണ്. സോ ഹൗ ഡു വി ഡു ദിസ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വൈസ് നമുക്കത് കാണാം. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് you have to determine the number of independent nodes. ഇൻഡിപെൻഡൻറ്റ് നോഡ്സ് എത്ര ഉണ്ട് നോക്കണം. അപ്പോൾ നോഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് മനസ്സിലാവണം. നോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് പോയിൻറ്റ് വേർ 2 or more ബ്രാഞ്ചസ് മീറ്റ് എന്നാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ദിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ നോഡ്. വൈ? ബിക്കോസ് അത് ജസ്റ്റ് ഇങ്ങനെ ഒരു കണക്ഷനാണ്. പക്ഷേ ദിസ് വൺ ഈസ് ഓഫ് കോഴ്സ് എ നോഡ്, ദിസ് വൺ ഈസ് എ നോഡ്, ദിസ് വൺ ഈസ് എ നോഡ് ആൻഡ് ദിസ് വൺ ഈസ് എ നോഡ്. പക്ഷെ നിങ്ങൾക്കറിയാം ഈ രണ്ട് നോഡ് എന്ന് പറയുന്നത് സെയിം നോഡാണ്. കാര്യം അത് കണക്റ്റഡ് ആണ്. അതായത് നമ്മൾ ഇങ്ങനെ ഇതിന് പകരം ഇങ്ങനെ കണക്റ്റഡ് ആയിരുന്നെങ്കിൽ അത് സെയിം നോഡായേനെ. ഈ കണക്ഷൻ വേണമെന്നില്ലല്ലോ. ഓക്കെ, സോ ദാറ്റ് വിൽ ബിക്കം ദ സെയിം നോഡ്. സോ ഇതിനെ നമുക്കൊരു കോമൺ നോഡാക്കി എടുത്തിട്ട് അതിനെ 0 വോൾട്ടേജ് അല്ലെങ്കിൽ റെഫറൻസ് നോഡ് എന്ന് നമുക്ക് വിളിക്കാം. കാര്യം അതിനെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ബാക്കി നമ്മൾ ഈ നോഡിലെയും വോൾട്ടേജ് പറയുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് എസ് റെഫറൻസ് നോഡ്. ഓക്കെ, സോ ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. സോ താഴത്തെ നോഡ് ഈസ് ദ റെഫറൻസ് നോഡ്. പിന്നെ ഉള്ള നോഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ 2 നോഡാണ് നമ്മൾ കണ്ടത്. അതായത് ഇവിടെ ഒരു നോഡും കണ്ടു, ഇവിടെ ഒരു നോഡും കണ്ടു. സോ ലെറ്റ് us determine the number of independent nodes. അപ്പോൾ ഹിയർ വി ആർ ഹാവിങ് 2 നോഡ്സ്. ഓക്കെ, 2 നോഡ് ഉണ്ട്. അപ്പോൾ അവിടെ വിൽ ഗിവ് ദ നോഡ് വോൾട്ടേജ്. വിൽ അസൈൻ എ നോഡ് വോൾട്ടേജ്. അസൈൻ നോഡ് വോൾട്ടേജ്, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഞാനിവിടെ ഈ വോൾട്ടേജിന് ഞാൻ V1 എന്ന് ഉദ്ദേശിക്കുന്നു, ഈ വോൾട്ടേജിന് V2 എന്ന് അസൈൻ ചെയ്യാണ്. ഇത് ശരിക്കുള്ള വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് V1 V2 എങ്ങനെ കണ്ടുപിടിക്കും? യൂസിങ് KCL. ഇനി നമ്മൾ KCL അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് അസ്യൂം കറൻസ് ഇൻ ദ നോഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ അസ്യൂം all currents flow out of the node. നമ്മൾ അസ്യൂം ചെയ്യണം. അത് നമ്മൾ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അസംഷൻ തെറ്റാവാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡയറക്ഷൻ നെഗറ്റീവ് ആവാം. അപ്പോൾ ഞാനിവിടെ അസ്യൂം ചെയ്യണം എല്ലാ കറണ്ടും പുറത്തേക്കാണ് പോണതെന്ന്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ദിസ് വൺ ബി I1, ഇത് I2, ദിസ് വൺ I3. നിങ്ങൾ കണ്ടില്ല, എല്ലാം ഞാൻ ഈ നോഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പോലെ മാർക്ക് ചെയ്ത്. സിമിലർ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ I4 കൊടുക്കാം, I5 കൊടുക്കാം, I6 എല്ലാം കൊടുക്കാം. എല്ലാം നോഡിന് പുറത്തേക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആവും, ഈ I3 തന്നെ അല്ലേ I4? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ശരിയാണ്. അത് നമുക്കിപ്പോൾ 2 പേരിൽ കൊടുക്കാമെന്ന് വിചാരിക്കാൻ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് I3 I4 സെയിം ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ KCL ടു നോഡ്. ഈ പറഞ്ഞ നോഡിന് ഞാൻ KCL അപ്ലൈ ചെയ്യും. അപ്പോൾ ഓഫ് കോഴ്സ് ഇവിടെ എനിക്ക് 2 നോഡുണ്ട്. അപ്പോൾ ഞാനിവിടെ എത്ര നോഡ് 1നും നോഡ് 2നും KCL അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ KCL അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നോഡ് 1ന് KCL അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാലോ, എല്ലാം പുറത്തായതിനെ കൊണ്ട് I1ഉം I2ഉം I3യും പുറത്തായതിനെ കൊണ്ട് I'll get -I1 -I2 -I3. കാരണം ഗോയിങ് ഔട്ട് സൈഡ് ഇസ് നെഗറ്റീവ്. ഇതിനൊക്കെ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ എന്തായി മാറും? ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് I1 + I2 + I3 = 0 നോഡ് 1.
ഓക്കെ, ഇനി നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട വേറൊരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ബേസാണ്. ഇവിടെ ഒരു വോൾട്ടേജ് V1 ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് V2 ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ R ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ ഒരു കറണ്ട് നാച്ചുറലി ഫ്ലോ ചെയ്യും. കറണ്ട് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ V1 ഹയർ പൊട്ടൻഷ്യൽ, V2 ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓംസിൽ വെച്ചിട്ട് I is equal to V/R ആണ്. V എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ V1 ആൻഡ് V2. അപ്പോൾ ഇവിടെ V1 മൈനസ് V2 ആണ്. കാര്യം V1 ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് കറണ്ട് ഒഴുകുക. കറണ്ട് ഡയറക്ഷൻ വെച്ചിട്ട് V1 ആണ് വലുത്, V1 മൈനസ് V2/R. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. അതേ കോൺസെപ്റ്റാണ് ഇനി നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. I1 എന്ന് പറയുന്നത് നാച്ചുറലി ഈ കറണ്ടാണ്, ഈ കറണ്ട് ദിസ് വൺ. അപ്പോൾ പക്ഷേ നിങ്ങൾക്കറിയാം ആ ബ്രാഞ്ചിൽ, ഈ പറഞ്ഞ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് IS ആണ്, അത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ I1 നേരെ ഓപ്പോസിറ്റാണ് IS. അപ്പോൾ I1 is equal to എന്താണ് IS, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എന്ത് എഴുതാം, മൈനസ് IS എന്ന് എഴുതാം. ഓക്കെ, സോ I'll write I1 as മൈനസ് IS. വാട്ട് ഈസ് I2? I2 എന്ന് പറയുന്നത് ഒരറ്റം ഇവിടെയാണ്, മറ്റേ അറ്റം ഇവിടെയാണ്. ഈ അറ്റത്തുള്ള വോൾട്ടേജ് V1 ആണ്, ഈ അറ്റത്തുള്ള വോൾട്ടേജ് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു 0 വോൾട്ടാണ്. കാരണം ഇത് ഇവിടേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും V1 മൈനസ് 0 അവിടുത്തെ റെസിസ്റ്റൻസ് R1 ആണ് I2. ഓക്കെ, അപ്പോൾ ഞാൻ I2 പകരം ഞാൻ എന്ത് എഴുതും, V1 മൈനസ് 0 ഞാൻ എഴുതേണ്ട, പക്ഷേ V1/R1 ആണ് എൻ്റെ I2. ഇനി എന്താണ് എൻ്റെ I3 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ കറണ്ട് ആണല്ലോ. അപ്പോൾ അത് ഒരു അറ്റത്ത് V1 മറ്റേ അറ്റത്ത് V2, അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R2 ആണ്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഞാൻ എഴുതുകയാണെങ്കിൽ I3 ക്യാൻ ബി റിട്ടൺ ആസ്, ഇവിടെ ഞാൻ വായിച്ചു കഴിഞ്ഞു, I3 ക്യാൻ ബി റിട്ടൺ ആസ് പ്ലസ് കമോൺ എന്താണ് V1 മൈനസ് V2. I3 ഇതാണ്. അപ്പോൾ ഒരു അറ്റത്തെ വോൾട്ടേജ് V1 മറ്റേ അറ്റത്തെ വോൾട്ടേജ് V2 എന്നല്ലേ. അപ്പോൾ അത് ഞാൻ എന്താ V1 മൈനസ് V2 ബൈ റെസിസ്റ്റൻസ് ഇസ് R2 ഈക്വൽ ടു 0. ക്ലിയർ? അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇനി അടുത്ത് റീഅറേഞ്ച് ചെയ്യുകയാണ്. അതായത് V1 ടേം ഒന്ന് ഇവിടെ ഉണ്ട്, V1 ടേം ഇവിടെ ഉണ്ട്. അപ്പോൾ V1 ടേം ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ് 1/R1 പ്ലസ് 1/R2. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ മൈനസ് V2/R2. കാര്യം ഇത് ഡിനോമിനേറ്റർ കോമൺ ആണ്. അപ്പോൾ ഞാൻ എന്താ എഴുതാം, മൈനസ് V2/R2. അപ്പോൾ ഈ ടേം കഴിഞ്ഞു, ഈ ടേം കഴിഞ്ഞു, ഈ ടേം ഇനി ഈ ഒരു മൈനസ് IS ഉള്ളത് ഞാൻ അപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ I can write it as IS. So this forms my first equation. അപ്പോൾ അത് മനസ്സിൽ വെക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി ഇതുപോലെ എനിക്ക് നോഡ് 2ൽ എനിക്കിവിടെ ഇക്വേഷൻ എഴുതാം. ഇത് സ്പേസ് ഇതാക്കാൻ നിങ്ങൾക്ക് കാണുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഐ വിൽ അപ്ലൈ ഫോർ നോഡ് 2. നോഡ് 2ലും എഴുതി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പോലെ ഇവിടെ നമുക്ക് ഏതൊക്കെ കറണ്ടാണ്, ഇതാണ് നോഡ് 2. അപ്പോൾ ഇവിടെ I4 I5 I6 അല്ലേ, I4 I5 I6. അപ്പോൾ ഞാനത് ഇവിടെ എഴുതാണ് I4 പ്ലസ് I5 പ്ലസ് I6 ഈക്വൽ ടു 0. ഇനി നോക്കുക, I4 എന്ന് പറയുന്നത് ഇതാണല്ലോ ഈ കറണ്ട്. എൻ്റെ ഒരറ്റത്ത് എന്താണുള്ളത്, ഐ എം ഹാവിങ് V2, ഇതാ V2, മറ്റേ അറ്റത്ത് V1, റെസിസ്റ്റൻസ് R2. അപ്പോൾ എനിക്ക് എന്താ എഴുതാൻ പറ്റുക, ഐ ക്യാൻ റൈറ്റ് I4 ആസ് V2 മൈനസ് V1/R2. അതാണ് എൻ്റെ I4. ഇനി I5 എന്താണ്, ഇതാണ് I5 ഈ കറണ്ട്. അതിൻ്റെ ഒരറ്റത്ത് V2 മറ്റേത് 0 ആണ്. സോ ഇറ്റ് ഈസ് V2 മൈനസ് 0 അല്ലെങ്കിൽ V2 റെസിസ്റ്റൻസ് ഇസ് R3 ഇത്. ഇനിയാണ് അടുത്ത് ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഈ അറ്റത്ത് കണക്ട് ചെയ്യുന്ന ഈ എൻഡിൽ കണക്ട് ചെയ്യുന്ന പോസിറ്റീവ് V ആയതിനെ കൊണ്ട് ശരിക്കും ഇതിൻ്റെ പൊളാരിറ്റി V എന്നാണ് വരിക, പ്ലസ് V. ഇവിടെ നെഗറ്റീവ് ആണ് ഈ ടെർമിനൽ വെച്ചാൽ അവിടെ മൈനസ് V എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരറ്റത്ത് V2ഉം മറ്റേ അറ്റത്ത് പ്ലസ് V ആണുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ എന്താ എഴുതാം, ഈ I6 എന്നുള്ള കറണ്ട് പകരം ഐ ക്യാൻ റൈറ്റ് V2 മൈനസ് V ഡിവൈഡഡ് ബൈ R4. ഓക്കെ, ഈക്വൽ ടു 0. ഇനി ഞാൻ V1 ടെർമിനൽ ടേം എഴുതി കഴിഞ്ഞാൽ ഞാൻ മൈനസ് V1/R2. അപ്പോൾ ഞാനിവിടെ എഴുതാണ് മൈനസ് V1/R2. ഇനി അടുത്തത് V2ൻ്റെ ടേംസ് V2/R2 ഉണ്ട്, V2/R3 ഉണ്ട്, V2/R4 ഉണ്ട്. അപ്പോൾ V2 പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് കോമൺ ആയിട്ട് 1/R2 പ്ലസ് 1/R3 പ്ലസ് 1/R4. ഇനി മൈനസ് V/R4 എന്ന് പറഞ്ഞൊരു ടേം, അത് ശരിക്കും V എനിക്ക് തരും. ഈ വാല്യൂ ഓഫ് V എനിക്ക് തരുന്ന വാല്യൂ ആണ്. Vയും Iയും എനിക്ക് തരുന്ന വാല്യൂ ആണ്. അപ്പം മൈനസ് V/R4 അപ്പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഗെറ്റ് V/R4. സോ ദിസ് വിൽ ഫോം മൈ സെക്കൻഡ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ, രണ്ട് അൺനോൺ. ആരൊക്കെ അൺനോൺ? ഇതിൽ എനിക്ക് R1ൻ്റെ വാല്യൂ അറിയാം, R2ൻ്റെ വാല്യൂ അറിയാം, പിന്നെ ISൻ്റെ വാല്യൂ അറിയാം.
എനിക്ക് V1 അറിയില്ല, V2 അറിയില്ല. അതുപോലെ ഇവിടെ എനിക്ക് V1 അറിയില്ല, V2 അറിയില്ല. ബാക്കി എല്ലാ Vയും അറിയാം, R2, R3, R4 ഒക്കെ അറിയാം. സോ 2 ഇക്വേഷൻ സോൾവ് ഫോർ V1 ആൻഡ് V2. ഓക്കെ, ഇതാണ് എൻ്റെ നോഡൽ അനാലിസിസ് എന്ന് ഞാൻ പറയണത്. ഇനി ഈ പറഞ്ഞ 2 ഇക്വേഷൻ, അതായത് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 നമുക്ക് കറക്റ്റാണോ നോക്കാൻ നമുക്കൊരു കണ്ടക്റ്റൻസ് മെട്രിക്സ് എഴുതി നോക്കാം. അത് ബൈ ഇൻസ്പെക്ഷൻ ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഇൻസ്പെക്ഷൻ വെച്ചിട്ടൊരു പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എവിടെയായിരുന്നു? മെഷ് അനാലിസിസിൽ അല്ലേ? മെഷ് അനാലിസിസിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മളിങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയിരുന്നു. എന്താണ്? ഇവിടെ റെസിസ്റ്റൻസിൻ്റെ മെട്രിക്സ്, ഇവിടെ കറണ്ട്, അൺനോൺ കറണ്ട്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇസ് ഈക്വൽ ടു EMF എന്ന് പറഞ്ഞിട്ട് R×I ഇസ് ഈക്വൽ ടു V, ഇവിടെ EMF ആയിരുന്നു നമ്മൾ എഴുതിയിരുന്നു. അതുപോലെ നമുക്കിവിടെ ഒരു മെട്രിക്സ് എഴുതാം. ആ മെട്രിക്സിൽ നമുക്കറിയാം 1/R ഇൻറ്റു V ആണ്. എന്താണ്? V/R ആണല്ലോ ഇത് പറഞ്ഞാൽ. 1/R ഇൻറ്റു എന്നാണ് V/R ഇസ് ഈക്വൽ ടു I. ഓക്കെ, ഇതാണ് നമ്മൾക്ക് അൺനോൺ വാല്യൂസ്. ഇത് നമുക്കറിയാം, ഇതും നമുക്കറിയാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ്. 1/R എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഇസ് കോൾഡ് എസ് കണ്ടക്റ്റൻസ് ഇൻറ്റു വോൾട്ടേജ് ഇസ് ഈക്വൽ ടു I എന്നുള്ള രീതിയിലൊരു മെട്രിക്സ് ആണ് ഇത്. അതുകൊണ്ടാണ് ഇതിന് കണ്ടക്റ്റൻസ് മെട്രിക്സ് ബൈ ഇൻസ്പെക്ഷൻ ഞാൻ എഴുതാൻ പോകുന്നത്. അത് ഇറ്റ്സ് വെരി ഈസി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മെട്രിക്സാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഈ G ഇൻറ്റു V ഇസ് ഈക്വൽ ടു I എന്നാണല്ലോ. അപ്പോൾ 2 നോഡ് ഉണ്ടെങ്കിൽ ഈ G എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 നോഡാണെങ്കിൽ നമുക്ക് 2x2 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തൊക്കെയാണ് വരിക? G11, G12, G21, G22. ഇതിൽ ഡയഗണൽ എലമെൻറ്റ് മാത്രം പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവ്. ഓക്കെ, അതാണ് ഇവിടെ വരിക, ഇവിടെ. ഓക്കെ, പിന്നെ V എന്ന് പറയുന്ന അൺനോൺ വോൾട്ടേജസ് ആരൊക്കെ? നോഡ് വോൾട്ടേജ് V1 ആൻഡ് V2, അതാണ് ഞാൻ കാണേണ്ടത്. ഇസ് ഈക്വൽ ടു നോഡിലുള്ള കറണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ആദ്യം G11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോഡിൽ, അതായത് ഈ നോഡ് ഫസ്റ്റ് നോഡിൽ കണക്റ്റ് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസുകളുടെ G എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ് ആണല്ലോ, റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ റെസിസ്റ്റൻസുകളുടെ റെസിപ്രോക്കലിൻ്റെ സമ്മ്. ഫസ്റ്റ് നോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ ഫസ്റ്റ് നോഡ്, കണ്ടോ? ആ ഫസ്റ്റ് നോഡിൽ കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 ഉണ്ട്, R2 ഉണ്ട്. ഇനി ആരും ഇല്ലല്ലോ, ഇവിടെ ഒരു റെസിസ്റ്റർ ഒന്നുമില്ല. അപ്പോൾ R1ഉം R2 ആണ് ഫസ്റ്റ് നോഡിൽ കണക്ട് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ്. അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/R1 അതുപോലെ 1/R2, അതിൻ്റെ സമ്മ് 1/R1ൻ്റെയും 1/R2ൻ്റെ സമ്മ കേട്ടോ. അല്ലാതെ R1ഉം R2ഉം കൂട്ടിയിട്ട് R1 + R2ൻ്റെ റെസിപ്രോക്കലല്ല. റെസിസ്റ്റൻസ് R1ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/R1, R2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/R2, അതിൻ്റെ സമ്മ്. ഓക്കെ, സം ഓഫ് ദി റെസിപ്രോക്കൽസ് ആണ്, റെസിപ്രോക്കലിൻ്റെ സമ്മല്ല, സം ഓഫ് ദി റെസിപ്രോക്കൽസ്. ആദ്യം റെസിപ്രോക്കൽ എടുക്കുക, എന്നിട്ട് സമ്മ് കാണാം. അപ്പോൾ അതാണ് നമ്മൾ എന്ത് വരിക? G11 എന്ന് പറയുന്നത് ഈ സംഭവം വരിക 1/R1 + 1/R2. അപ്പോൾ ഞാനിവിടെ എഴുതണം, നേരെ കളർ എടുക്കാം, 1/R1 + 1/R2, അതാണ് G11. അതെന്തായിരിക്കും? അത് പോസിറ്റീവായിരിക്കും, കാര്യം അത് പോസിറ്റീവാണ്. ഈ G12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് നോഡിനോടും സെക്കൻഡ് നോഡ് ഏതായിരുന്നു? ഇതല്ല എൻ്റെ സെക്കൻഡ് നോഡ്. ഫസ്റ്റ് നോഡിനോടും സെക്കൻഡ് നോഡിനോടും തമ്മിൽ കണക്ട് ചെയ്ത റെസിസ്റ്റൻസ്, അതാരാ? R2. ഓക്കെ, അപ്പോൾ R2, അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ വേറെ ആരും ഇല്ലല്ലോ അവിടെ. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്താ? 1/R2. ആ 1/R2 എന്താണ്? നെഗറ്റീവാണ്, കാര്യം എനിക്ക് -G12 എന്നാണ് വരിക. അത് തന്നെയല്ലേ ഇത് തന്നെ. R2 എന്ന് പറയുന്നത് 1നോടും 2നോടും, ഇതാണ് എൻ്റെ ഫസ്റ്റ് നോഡ്, ഇതാണ് എൻ്റെ സെക്കൻഡ് നോഡ്, അതിനോട് കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് അത് തന്നെയല്ലേ 2നോടും 1നോടും കണക്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് അത് എഗെയിൻ നമുക്ക് എന്ത് എഴുതാം? 1/R2 തന്നെ. ആൻഡ് ആ 1/R2 എഗെയിൻ എന്താണ്? ഇറ്റ് വിൽ ബി നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ G22 എന്താ? G22 പറഞ്ഞാൽ എന്താ? സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് കണക്റ്റഡ് ടു ദ സെക്കൻഡ് നോഡ്. സെക്കൻഡ് നോഡിൽ കണക്ട് ചെയ്യുന്ന ഈ നോഡിന് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആരൊക്കെ? R2 ഉണ്ട്, R4 ഉണ്ട്, R3 ഉണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ 1/R2 + 1/R4 + 1/R3, അല്ലെങ്കിൽ R3 R4 R2 R3 R4 ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ ഇപ്പോൾ ഞാനിവിടെ എഴുതാണ് 1/R2 + 1/R3 + 1/R4, അതിൻ്റെ റെസിപ്രോക്കൽ. ഡയഗണൽ പോസിറ്റീവാണ്,
ബാക്കി രണ്ട് നോൺ ഡയഗണലും നെഗറ്റീവ്. ഈ വാല്യൂ തന്നെ ആയിരിക്കും ഈ വാല്യൂ, കാര്യം G12 ഈസ് സെയിം ആസ് G21. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ അത് ആ വാല്യൂ എഴുതി. ഇനി ഇത് V1 V2 ആണ്. ഇനി അടുത്തത് ഈസ് ഈക്വൽ ടു ഞാൻ ശരിക്കും എഴുതട്ടെ. ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നോഡിലുള്ള കറണ്ട് ആണ് ഞാൻ എഴുതേണ്ടത്. ഫസ്റ്റ് നോഡിലേക്ക് വരുന്ന കറണ്ട്. അപ്പം നിങ്ങൾ ഈ റെസിസ്റ്റൻസ് ബൈ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ഒന്നും എഴുതരുത്. ഈ ഫസ്റ്റ് നോഡിൽ കണക്ട് ചെയ്യുന്ന കറണ്ടിൻ്റെ സോഴ്സ്, കറണ്ടിൻ്റെയോ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ സോഴ്സ് ആവാം കേട്ടോ. കറണ്ടിൻ്റെയോ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ സോഴ്സ് ആവാം. അപ്പോൾ അതാണ് അവിടെ ഞാൻ എഴുതേണ്ടത്. ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രാഞ്ചിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല, സോഴ്സുകളൊന്നുമില്ല. ഈ ബ്രാഞ്ചിലും സോഴ്സുകളൊന്നുമില്ല. പിന്നെ ഏത് ബ്രാഞ്ചിലാണ്? ഈ ബ്രാഞ്ചിൽ സോഴ്സ് ഉണ്ട്. ആ കറണ്ട് എങ്ങനെയാണ്? കറണ്ട് ഈസ് എൻറ്ററിങ് ദ നോഡ്. കറണ്ട് എൻറ്ററിങ് എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനുകളൊക്കെ മറക്കണം. ഓക്കെ, ആ ഡയറക്ഷൻ ഒന്നും പിന്നെ ഇല്ല. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ കറണ്ട് ഈസ് എൻറ്ററിങ് ദ നോഡ്, സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് +IS. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എന്തെഴുതും? ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് +IS. അതെന്താണ്? IS കറണ്ടാണ് ഫസ്റ്റ് നോഡിലേക്ക് എൻ്റർ ചെയ്യണോണ്ട് +IS. ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, സെക്കൻഡ് നോഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഒരു ബ്രാഞ്ചിൽ നമുക്കൊന്നുമില്ല, സോഴ്സ് ഒന്നുമില്ല, റെസിസ്റ്റൻസ് മാത്രമല്ല. ഈ ഒരു ബ്രാഞ്ചിലും റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ബ്രാഞ്ചിൽ എനിക്ക് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു സോഴ്സ് ഉണ്ട്. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറലി വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ് കറണ്ട്, അല്ലേ? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഈ വോൾട്ടേജ് V ആണ്, അതിൽ കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് R4 ആണ്. പിന്നെ ബാറ്ററി ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ബാറ്ററി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയല്ലേ കറണ്ട് പോവുക, ഇതാ ഇവിടെ. അപ്പോൾ നമുക്കിവിടെ നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് കറണ്ട് ഈസ് അഗെയിൻ എൻറ്ററിങ് ദ ജംഗ്ഷൻ. ഏത്? ഈ പറഞ്ഞ നോഡിക്ക് എൻ്റർ ചെയ്യാണ്. സോ ഇറ്റ് ഈസ് അഗെയിൻ പോസിറ്റീവ്. ആൻഡ് അവിടുത്തെ കറണ്ട് എത്രയാണ്? I is equal to V/R4. എനിക്കറിയാം ഇത് ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആയ ഫിഗർ ആയിപ്പോയി, കാര്യം വരച്ച് വന്നപ്പോൾ. സോ ദിസ് ഫോംസ് എന്താണ്? V/R4. സോ ഇതിന് പകരം ഞാനിപ്പോൾ ഇവിടെ എന്തെഴുതും? V/R4. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ KCL ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ബൈ ഇൻസ്പെക്ഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇൻറ്റു ഇതാണല്ലോ എന്ത് വരിക? ഐ വിൽ ഗെറ്റ് ദിസ് വാല്യൂ. അപ്പോൾ നോക്കിയേ, V1 ഇൻറ്റു 1/R1 + 1/R2. അതാണ് ഇവിടെ ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത്, കണ്ടോ? V1 ഇൻറ്റു 1/R1 + 1/R2. പിന്നെ എന്താണ്? V2 ഇൻറ്റു -1/R2. ഇതാ, അതായത് V2/R2ൻ്റെ നെഗറ്റീവ് ഇതാ ഇസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? IS. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കറക്റ്റാണ്. അതുപോലെ നെക്സ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ്? ഈ റോ ആൻഡ് ദിസ് കോളം വിൽ ഗിവ് ദിസ് വൺ, അല്ലേ? അപ്പോൾ എന്താ? V1 ഇൻറ്റു R2 1/R2 നെഗറ്റീവ്, അപ്പോൾ അത് കറക്റ്റാണ്, -V1/R2. ഇവിടെ V2 ഇൻറ്റു 1/R2 + 1/R3 + 1/R4 ഇസ് ഈക്വൽ ടു V/R4. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആ ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ KCL ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ സോൾവ് ചെയ്ത് വന്നാൽ രണ്ട് ഇക്വേഷൻ കിട്ടും. ആ രണ്ട് ഇക്വേഷൻ കറക്റ്റാണോ നോക്കാൻ യൂസ് ചെയ്യുന്ന മെട്രിക്സ് ആണിത്. ആ മെട്രിക്സിൻ്റെ പേരാണ് കണ്ടക്റ്റൻസ് മെട്രിക്സ്. അത് നമുക്ക് ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം കൂടുതൽ ചെയ്യുമ്പോൾ നോഡൽ അനാലിസിസ് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ സമ്മറൈസിങ് നോഡൽ അനാലിസിസ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ അൺനോൺ നോഡ് വോൾട്ടേജസ് ആൻഡ് വിൽ ബി യൂസിങ് KCL ഫോർ ദിസ് പർപ്പസ്. whereas for mesh analysis will be finding the unknown loop അല്ലെങ്കിൽ മെഷ് കറൻസ് ബൈ യൂസിങ് കിർഷോഫ്സ് വോൾട്ടേജ് ലോ. അപ്പോൾ ഇവിടെ നോഡ് അനാലിസിസിനെ കിർഷോഫ്സ് കറൻറ്റ് ലോ ആണ് യൂസ് ചെയ്യുക. നോഡ് വോൾട്ടേജസ് ആണ്, അൺനോൺ നോഡ് വോൾട്ടേജസ് ആണ് കാണുക. ക്ലിയർ? So this can be done using normal KCL method, and also we can verify it using matrix method. Clear? So we'll continue the next video will be regarding problems from nodal analysis. Thank you.